മൈ ലൈഫ് സ്റ്റൈൽ വാസ് വെരി സിമ്പിൾ. ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ബിസിനസ് എത്ര വളർന്നാലും ഞാൻ ലൈഫ് സ്റ്റൈൽ മാറ്റിയില്ല. നമ്മൾ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ലേഡി, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫിഷർമാൻ തൊട്ട് എക്സ്പോർട്ടർ വരെ. അപ്പോൾ ദ ലെവൽസ് ഓഫ് ആറ്റിറ്റ്യൂഡ് യു ഹാവ് ടു മാനേജ്. നമ്മളിപ്പോൾ ലാൻഡിങ് സെൻറ്ററിൽ പോകുമ്പോൾ ഒറ്റൊരു ലേഡീസ് ഇല്ല അവിടെ. ആൻഡ് ദേ ഡോണ്ട് എക്സ്പെക്ട് ഓൾസോ. അവിടെ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വായ തുറന്ന് തെറിയും പറയും, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ദേ ഡോണ്ട് എക്സ്പെക്ട് ഓൾസോ ലേഡീസ് ടു കം ടു ദ ലാൻഡിങ് സെൻറ്റേഴ്സ്. ഞാൻ എപ്പോഴും എൻ്റെ ലയബിലിറ്റീസും അസറ്റ്സും ഇങ്ങനെ എപ്പോഴും കമ്പയർ ചെയ്ത് നോക്കും. എപ്പോഴും ഞാൻ എൻ്റെ മൈൻഡിലുണ്ടാവും. ഫാമിലി സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്ന കാരണം എൻ്റെ ഹസ്ബൻഡ് വാസ് ലൈക്ക് ഓക്കെ ഫൈൻ യു ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. ഹി വാസ് ഓൾവേസ് ദെയർ ഫോർ മീ ടു ഹിയർ മീ ഓൾസോ. സ്കോറിൽ ഞങ്ങളിപ്പോൾ 55 crores. Yeah. Very good. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു വനിതാ സംരംഭക ഒരു ബിസിനസ് തുടങ്ങേണ്ടത്? ഏത് മേഖലയിലായിരിക്കണം? അതിന് എന്ത് സപ്പോർട്ട് സിസ്റ്റമാണ് വേണ്ടത്? എങ്ങനെയാണത് വിജയിക്കുക? പല ചോദ്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നിരവധി പേരൊന്നും വനിതകൾ സംരംഭം തുടങ്ങി വിജയിച്ച കഥകളൊന്നും നമ്മുടെ കേരളത്തിൽ നമുക്ക് പാടി നടക്കാറായിട്ടില്ല. എന്നാലും വിജയിച്ച നിരവധി പേരെ നമുക്ക് പരിചയമുണ്ട്, പരിചയമില്ലാത്തവരുമുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് തന്നെ ആരും കൈവയ്ക്കാൻ മടിക്കുന്ന ഒരു മേഖല കണ്ടെത്തി അതിൽ പ്രാവീണ്യം തെളിയിച്ച് അതിൽ വിജയം നേടിയ ഒരു വനിതാ സംരംഭകയാണ് സ്പാർക്ക് എന്ന് പരിചയപ്പെടുന്നത്. എല്ലാ ബഹുമാനത്തോടുകൂടി പരിചയപ്പെടുത്തട്ടെ. ലസി, താങ്കൾക്ക് സ്പാർക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ സ്വന്തം വീട് അങ്കമാലി. പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് അങ്കമാലിയല്ല, മഹാരാഷ്ട്രയിലാണ്. ബിക്കോസ് ഡാഡി അവിടെ റിട്ടയർഡ്. ഹി വാസ് ഇൻ PWD. റിട്ടയർഡ്. എവിടെയായിരുന്നു? മഹാരാഷ്ട്ര, നാഗ്പൂർ ഏരിയ, വിദർഭ ഏരിയ എന്ന് പറയും. കാലിഫോർണിയ ഓഫ് ഇന്ത്യ. അവിടെയാണ് പഠിച്ചതൊക്കെ. താങ്കളുടെ പഠനം, വിദ്യാഭ്യാസം എന്തായിരുന്നു? ഗ്രാജുവേഷൻ? ഞാൻ മൈക്രോബയോളജി ആൻഡ് MBA ഫ്രം ദ യൂണിവേഴ്സിറ്റി ഇറ്റ്സെൽഫ്. പഠനം കഴിഞ്ഞ് ജോലിയായിരുന്നു ആദ്യം ചെയ്തത്? പഠനം കഴിഞ്ഞ് ഓഫ് കോഴ്സ് അങ്ങനെയാണ്. ഐ എം ഫ്രം എ പ്യുവർ പ്രൊഫഷണൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. സോ പഠനം കഴിഞ്ഞൊരു ജോലിക്ക് പോകണം. അങ്ങനെ തന്നെ ഞാൻ ആദ്യ ജോലി എവിടെയായിരുന്നു? ലിലി ഫാർമ കമ്പനി. ബിക്കോസ് ഐ വാസ് എ മൈക്രോബയോളജി. ആൻഡ് എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ തന്നെ ലില്ലിയിൽ കിട്ടിയായിരുന്നു. എവിടെ പ്ലേസ്മെന്റ്? എവിടെയായിരുന്നു പ്ലേസ്മെന്റ്? ഡൽഹിയിലായിരുന്നു. അപ്പോൾ എത്ര നാൾ ജോലി തുടരാനായി? ട്രെയിനിങ് കഴിഞ്ഞ് ജോലി ഫിക്സ് ആയപ്പോഴേക്കും ഗ്രാൻഡ് പേരൻസ് ലൈക്ക് അത് ഒത്തിരി ദൂരമാണ്. പിന്നെ ഡാഡിയോട് പറഞ്ഞു അല്ല അവിടെ ആക്കണ്ട, ഗെറ്റ് ഹർ ബാക്ക് ടു കേരള എന്ന് പറഞ്ഞു. കേരളത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ ഒരിക്കലും ഇവിടെ ഇങ്ങനെ വർഷത്തിൽ വന്ന ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം താമസിക്കൽ മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ മലയാളം അറിയത്തില്ല, ഇവിടുത്തെ ട്രഡീഷൻ അറിയത്തില്ല. അതുകൊണ്ട് അത് കുറച്ച് ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ നാട്ടിൽ വന്ന് നിന്നത്. പിന്നീട് വിവാഹമായിരുന്നു? അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന്. ആൻഡ് അറ്റ് ദാറ്റ് ഏജ് ലൈക്ക് ഐ വാസ് ഓൾസോ നോട്ട് വെരി ഷുവർ കല്യാണം കഴിക്കണോ വേണ്ടയോ, ജോലി ചെയ്യണോ, കല്യാണം കഴിക്കണോ. പാരൻസ് പറഞ്ഞു, ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു. ഹസ്ബൻഡ് പുള്ളി നേവിയിലായിരുന്നു. When we got married, he was a lieutenant with Navy, Indian Navy. അപ്പോൾ അദ്ദേഹം ഇവിടെ കൊച്ചിയിലായിരുന്നു? ബോംബെയിലായിരുന്നു. പിന്നെ ബോംബെയിലേക്ക് പോയി. കല്യാണം ഇവിടെ ആയിരുന്നു. പുള്ളി എൻ്റെ പോലെയാണ്. ജനിച്ച് വളർന്നതൊക്കെ ബാംഗ്ലൂരായിരുന്നു. പാരൻസ് ആർ ഫ്രം ചങ്ങനാശ്ശേരി. ബട്ട് ആഫ്റ്റർ മാരേജ് വി വെന്റ് ബാക്ക് ടു ബോംബെ ബിക്കോസ് മൈ ഫാദർ ഇൻ ലോ വാസ് ഓൾസോ ഇൻ ബോംബെ. ഓക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ജോലി എന്തെങ്കിലും പിന്നീട് ചെയ്തോ? ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു. ഷിപ്പിംഗ് ലൈനിൽ. അങ്ങനെ എത്ര നാൾ ജോലി ചെയ്തു? കല്യാണം കഴിഞ്ഞ് 6 months ബോംബെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹി ഗോട്ട് ട്രാൻസ്ഫർ ടു INS ദ്രോണാചാര്യ കൊച്ചിയിൽ. അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് പിന്നെ വരുന്നത്. പിന്നെ നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ടും അടുത്ത ജോലി എന്തെങ്കിലും ചെയ്തോ? അടുത്ത ജോലി എനിക്ക് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പൈസസും സീ ഫുഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ സീ ഫുഡിലേക്ക് കാലുവെച്ചു.
സീ ഫുഡിലേക്ക് ഫുഡിലേക്ക് അധികം വനിതകൾ കാല് വയ്ക്കാത്തൊരു മേഖലയാണ്. ഓഫ് കോഴ്സ് എനിക്ക് അതിനെ അന്നൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഏത് വർഷമാണ് അതൊക്കെ? ഇത് 2001. 2001. അപ്പോൾ താങ്കൾ ആദ്യം ജോലിയാണോ ചെയ്തത് ഈ മേഖലയിൽ? ജോലി ഞാനൊരു ട്രേഡിംഗ് കമ്പനിയിലാണ് ജോലിക്ക് കയറിയത്. പക്ഷെ അവിടെ ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്തപ്പോഴേക്കും എനിക്ക് സുഖമില്ലാതായി. പിന്നെ ആക്ച്വലി എനിക്ക് ഇങ്ങനെ എന്താ പറയുക, സുഖമില്ലാതായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോള് വന്നിട്ട്, ആ കോള് ഐ മീൻ അവർക്കൊരു പ്രോബ്ലം സോൾവിങ് ആയിരുന്നു. അവരുടെ ഒരു കണ്ടെയ്നർ പോയിൻ്റ് ഒരു പ്രോബ്ലം സോൾവിങ് ആയിരുന്നു. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ലീവ് എടുത്തേക്കാണ്, ബട്ട് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് ആൻഡ് ഐ ഹെൽപ്ഡ് ഹിം ഔട്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് പുള്ളി ഇവിടെ സീ ഫുഡിലെ ഒരു വലിയ ഐ മീൻ ഹീസ് actually he's a legend actually. He's got 8-9 factories he had, and he's a big person in seafood. So he was like, why are you taking leave and sitting? I said, yeah, because eniki jaundice aayirunnu, appo pinne rest venam, so that's why don't you start your own? Oh no, how is that possible? Because I സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. He asked me, why are you wasting your time? Okay. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, no, I don't even have a Wi-Fi in my house. ഹൗ. അപ്പം നെക്സ്റ്റ് ഡേ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഞാൻ നോക്കുമ്പോൾ മോർണിംഗ് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ, ഹീ ട്രാൻസ്ഫർഡ് ഹിസ് ടെലിഫോൺ ടു മീ, ബിക്കോസ് അന്ന് ടെലിഫോൺ വേണമായിരുന്നു ഫോർ വൈഫൈ. ഓക്കെ. അപ്പോൾ ഹീ ട്രാൻസ്ഫർഡ് ഹിസ് ടെലിഫോൺ ടു മീ വിത്തൗട്ട് ഈവൻ ടെല്ലിങ് മീ. ഹി ഡിഡ് ദാറ്റ്. ഓക്കെ. So that's why he is one of the person why I am into seafood. Very good. And I mean he is one of my mentor also. സോ പിന്നെ ലൈക്ക് അപ്പോൾ എങ്ങനെയാലും ടെലിഫോൺ വന്നു. പിന്നെ ഈ പുള്ളി ഇങ്ങനെ പറയുകയും ചെയ്തു, പിന്നെ ഒരു കമ്പ്യൂട്ടറാണ് വേണ്ടത്. എൻ്റെ ഒരു കസിൻ്റെ ഒരു ഫ്രണ്ട് സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടറുടെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മുറികളുണ്ട്, ഞങ്ങളെന്നാൽ ആദ്യം വരില്ല. പിന്നെ അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ്, ചേച്ചി ഇവിടെ ഇരിക്കട്ടെ കുറച്ച് കമ്പ്യൂട്ടേഴ്സ്, പുള്ളിയുടെ വീട്ടിൽ സ്ഥലമില്ലാത്ത. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, എടാ ഞാനിത് എടുക്കാൻ കേട്ടോ, കാശൊന്നും ഞാനിപ്പോൾ തരത്തില്ല, ഇൻസ്റ്റാൾമെൻറ്റിൽ നിനക്ക് തന്നേക്കാം. അങ്ങനെയാണ് ഞാൻ ട്രേഡിങ്, പിന്നെ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു സെല്ലറുണ്ട്, ഒരു ബയറുണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലൈക്ക് എ ബൈയിങ് ഏജന്റ്. അപ്പോൾ കൊച്ചി അതിന് സീ ഫുഡിന് പറ്റിയ സ്ഥലവുമാണ്. അപ്പോൾ അത് എങ്ങനെ പോയി, നന്നായി പോയോ? ഞാനത് തുടങ്ങി, പിന്നെ ഗോഡ്സ് ഗ്രേസ് വാസ് ദെയർ വിത്ത് മീ എന്നാണ് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ബിക്കോസ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് 2 കണ്ടെയ്നർ ഓർഡർ കിട്ടാണ് ഫ്രം കൊറിയ. അപ്പോൾ ആ പ്രോഡക്റ്റ് ചെയ്യണം ഞാൻ. പിന്നെ ഐ എം ഗോയിങ് ബാക്ക് ടു ദ മെൻറ്റർ ഹൂ ഹെൽപ്പ് മീ. അപ്പോൾ ഹീ ഡസൻ ഡു ദാറ്റ് ബിക്കോസ് ഹീ ഈസ് ഡൂയിങ് മെയിൻലി ഇൻ ടു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, ഷ്രിംസ് ഒക്കെ ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചെയ്യില്ല. പിന്നെ പുള്ളി എനിക്ക് കുറച്ച് റെഫറൻസസ് തന്നു. അങ്ങനെ ഒരു റെഫറൻസിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ, കാരണം ഈ സ്റ്റോറി മുഴുവൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് കണ്ടെയ്നർ ഓർഡർ കിട്ടിയിട്ടുണ്ട്, വിൽ യു ഹെൽപ്പ് മീ? അപ്പോൾ പുള്ളി പറഞ്ഞു ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പുള്ളിയുടെ ചന്ദീരൂർ ഒരു കമ്പനിയാണ്, അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ആ ഓർഡർ പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ തന്നെ പുള്ളിയോട് ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ 2 ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അതിന് ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ടിരിക്കട്ടെ, എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല, പഠിക്കണം. പുള്ളി പറഞ്ഞു ആ പോരേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫാക്ടറി പോയി തുടങ്ങിയത്. ഞാൻ ആ 2 കണ്ടെയ്നർ പുള്ളി എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ആ 2 കണ്ടെയ്നർ ഫുൾ അതിൻ്റെ പ്രൊഡക്ഷൻ, റിസീവിങ് തൊട്ട് പ്രൊഡക്ഷൻ, ഷിപ്മെൻറ്റ്, ലോഡിങ് വരെ, ഡോക്യുമെൻറ്റേഷൻ, ഇതെല്ലാം ഞാൻ ഐ മീൻ ഐ വാസ് ദെയർ വിത്ത് ദ പീപ്പിൾ യുനോ ടു ലേൺ ദ തിങ്സ്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, ടു ലേൺ ദ തിങ്സ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തീർത്ത് പിന്നെ ഹീ കെപ്റ്റ് മൈ കമ്മീഷൻ, ഞങ്ങൾക്ക് കമ്മീഷനുണ്ട്. അപ്പോൾ ഹീ കെപ്റ്റ് മൈ കമ്മീഷൻ ഇൻ ദ എൻവലപ്പ്. ആൻഡ് ഞാൻ ലോഡിങ് കഴിഞ്ഞപ്പോഴെപ്പോഴും മിക്കതും ലോഡിങ് കഴിയുമ്പോൾ രാത്രിയൊക്കെയാണ്. അന്ന് എൻ്റെ കയ്യിൽ കൈനറ്റിക് ഹോണ്ട ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും അങ്ങനെ പെണ്ണുങ്ങൾ രാത്രി 10 മണി കഴിഞ്ഞൊന്നും ചന്ദീരൂരിൽ നിന്ന്, ഞാനപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു, അപ്പോൾ ചന്ദീരൂരിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഇളംകുളത്ത് ക്വാർട്ടേഴ്സ് വരെ വരാനായിട്ടൊന്നും അങ്ങനെ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ച് വരത്തില്ല. എനിക്ക് അങ്ങനെ പേടിയില്ലായിരുന്നു, ബിക്കോസ് ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യണ കൂട്ടത്തിലായിരുന്നു. ബട്ട് ഹി യൂസ് ടു സെൻഡ് ഹിസ് കാർ വിത്ത് ദ ഡ്രൈവർ വിത്ത് മീ, കീനോ പോയി ഡ്രോപ്പ് ചെയ്യാനല്ല, എൻ്റെ സ്കൂട്ടർ എൻ്റെ കൂടെ പോകാനായിട്ട് എൻ്റെ കൂടെ വിടുമായിരുന്നു. അങ്ങനെ എൻ്റെ വേറൊരു മെൻറ്റർ. ഐ മീൻ ദീസ് ആർ ദ 2 people because of which I am what I am now. അടുത്ത ലെവലിലേക്ക് അത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴേക്ക് ഈ കണ്ടെയ്നർ എനിക്ക് കമ്മീഷൻ തന്ന് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ സാറിൻ്റെ വീട്ടിൽ വന്നിരിക്കുക.
അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്താണാവോ സാറ് വന്നത് പെട്ടെന്ന് രാവിലെ എന്താ. അപ്പോൾ പുള്ളി വന്നത് ബേസിക്കലി ആ ഫാക്ടറിക്ക് ഒരു ജപ്പാനിൽ കൺസൈൻമെൻറ്റ് പോയിട്ട് പ്രോബ്ലത്തിലിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവിടെ ഈ സാറ് ബേസിക്കലി മീൻസ് എഡ്യൂക്കേറ്റഡ് അല്ല, അപ്പോൾ ഇംഗ്ലീഷൊന്നും സംസാരിക്കത്തില്ല. പുള്ളിയുടെ ഒരു മാനേജറാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അവരപ്പോൾ ഒറീസയിൽ നിന്നൊക്കെ കണ്ടെയ്നേഴ്സൊക്കെ കയറ്റി വിട്ടിട്ട് 5-8 കണ്ടെയ്നർ എന്തോസിയ ഒരു 3-4 കണ്ടെയ്നർ അവിടെ ചെന്ന 2-3 കണ്ടെയ്നർ പ്രശ്നത്തിലാണ്. അപ്പോൾ സാറ് വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ്? അപ്പോൾ പുള്ളി ഈ കഥ പറയാണ് എനിക്ക്. അപ്പോൾ ഇതെനിക്കൊന്ന് സോൾവ് ചെയ്ത് തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു എക്സ്പീരിയൻസ് പോലും ഇല്ല, ഞാനിതെങ്ങനെ പറഞ്ഞു. ലിസി എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനതൊരു ഓപ്പർച്യൂണിറ്റി, എന്നെ ഹെൽപ്പ് ചെയ്തതാണ് 2 കണ്ടെയ്നർ. അപ്പോൾ ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു ലിസിയുടെ ട്രേഡിങ് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തോ, ഇതെനിക്ക് ഹെൽപ്പ് ചെയ്യണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടോടെയും യു ബി വിത്ത് മീ ഫോർ സം ടൈം. പുള്ളിയുടെ മക്കൾ ഒന്ന് ആയി വരണേ വരെ ഒന്ന് ബി വിത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീ ഗേവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. അതാ ഞാൻ പറഞ്ഞ ദൈവാനുഗ്രഹം എന്ന് പറയുന്നതും ഒരു മേജർ ഫാക്ടറാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അലോങ് വിത്ത് ദ പീപ്പിൾ ഹും ഹീ സെൻഡ് ടു മീ അതൊരു സ്ഥാപനത്തിന് പേരിട്ട് എന്താണ്? കോറൽ എക്സ്പോർട്സ്. കോറൽ എക്സ്പോർട്സ് എന്നാണ് പേര്. കോറൽ എക്സ്പോർട്സ് എന്ന് പേരിട്ട്. ബാക്കി നമ്മുടെ കൊച്ചിയിലുള്ളവരെല്ലാം ഈ ഫ്രീസർ കണ്ടെയ്നർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്ത് മേഖലയിലാണ് ഫോക്കസ് ചെയ്തത്? ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഞാൻ ട്രേഡിങ് എങ്ങനെയാലും ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും ഹെൽപ്പ് ചെയ്തു. അതെനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഒരു നിഷ് മാർക്കറ്റായിരുന്നു യൂറോപ്പിൽ ഫ്രഷ് ഫിഷിൻ്റെ. ഇവിടുന്ന് ആരും തന്നെ ചെയ്യണ്ടായിരുന്നില്ല. ഇവിടുന്ന് മാക്സിമം ഫ്രഷ് ഫിഷൊക്കെ 2003 ആ ടൈമിലൊക്കെ ഫ്രഷ് ഫിഷ് പോകുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. യൂറോപ്പൊന്നും ആരും തന്നെ ചെയ്യില്ല. അവിടെ അങ്ങനെ ഒരു നിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതെങ്ങനെ ചെയ്യണം, അപ്പോൾ എനിക്കൊരു നല്ല കസ്റ്റമർ കിട്ടിയായിരുന്നു. അവരോട് തന്നെ ചോദിച്ചിട്ട് അതെങ്ങനെ ചെയ്യണം, അതെന്ത് ചെയ്യണം എന്നൊക്കെ നോക്കി അങ്ങനെ പോയാണ് കന്യാകുമാരിയിൽ നിന്ന് ഞാൻ ഫ്രഷ് ഫിഷിൻ്റെ. അപ്പോഴേക്കും ഞാൻ ബേസിക്കലി ഇവിടെ നിന്ന് മാറിയായിരുന്നു, അവരുടെ മക്കൾ വന്നായിരുന്നു. ഞാൻ ഈ ഫാക്ടറിയിൽ നിന്ന് അതങ്ങ് ഹാൻഡ് ഓവർ. കന്യാകുമാരി. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഫ്രഷ് ഫിഷ് കിട്ടും. അപ്പോൾ എക്സ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്നാണ്? തിരുവനന്തപുരം എയർപോർട്ട്. അപ്പോൾ ഇറ്റ്സ് എയർ ലിഫ്റ്റിംഗ് ആണ്? അല്ല, എയർ ലിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇത്രയും ടെക്നോളജിയോ അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഒന്നുമില്ല. ഇറ്റ്സ് എ റിസ്കി തിങ്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് റിസ്കി. ലേണിംഗ് വാസ് ഓൾസോ ടഫ്. ഞാൻ മീൻ മേടിക്കാൻ ഞാൻ തന്നെ പോവും. മീൻ മേടിക്കാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ തന്നെ പോവും. ഇൻഫാക്റ്റ് അന്ന് 207 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 207 എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ആരാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം? ഞാൻ ചെയ്യും. അപ്പോൾ പറഞ്ഞു ആര്? അപ്പം ഞാൻ ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഞാൻ തന്നെ എടുത്ത വണ്ടി. പിന്നെ ഡ്രൈവർ എൻ്റെ കൂടെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീൻ എടുക്കാൻ പോകും, മീൻ എടുത്തിട്ട് വരും. പിന്നെ അത് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ബയർ ഓൾസോ ഹെൽപ്പ് മീ എ ലോട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ടെക്നോളജി എല്ലാം അതിൻ്റെ പ്രോസസ് മെത്തേഡ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഇറ്റ് വാസ് ടഫ്. ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടായിരുന്നു അതിൽ. ബട്ട് തിങ്സ് ഫെൽ ഇൻ ടു പ്ലേസ് ആൻഡ് ഐ തിങ്ക് അതങ്ങനെ ഒരു പ്രോസസ്സായിട്ട് അങ്ങനെ പോയി എന്നുള്ളതാണ്. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമുണ്ട്. കാരണം താങ്കളുടെ ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പിതാവ് അദ്ദേഹം ബിസിനസ്സുകാരനല്ല, ഹസ്ബൻഡ് ഒരു ഓഫീസറാണ്, ഉദ്യോഗസ്ഥനാണ്. ഇവരോടൊക്കെ അനുവാദം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മൈ ഹസ്ബൻഡും ഫാദർ വാസ് ഓൾവേസ് സപ്പോർട്ടീവ്. മദറിന് മാത്രം ലൈക്ക് അമ്മമാർക്ക് ഉണ്ടാവുമല്ലോ, എന്തിന് നിനക്കെന്താ ഇതിൻ്റെ ആവശ്യം, എവിടെയെങ്കിലും ജോലി ചെയ്താൽ ശമ്പളം എവിടെയെങ്കിലും ജോലി ചെയ്താൽ പോലെ കൊച്ചുങ്ങളെ നോക്കാം, മക്കളെ വീട്ടിൽ നിൽക്കുക. മദർ വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അപ്പോഴും ചോദിച്ചില്ല ഞാൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര കുട്ടികളാണ്? ഇല്ല, എനിക്ക് മൂത്ത മോള് ചെറുതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇപ്പം എത്ര കുട്ടികളാണ്? 3 പേരുണ്ട്. അപ്പോൾ കോറൽ എക്സ്പോർട്ട് അങ്ങനെ വളരുന്നു അല്ലേ? വളർന്ന് അന്ന് തുടക്കത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരുണ്ടായിരുന്നു. ഇന്ന് എത്ര എംപ്ലോയീസ് ആയി? ഇന്ന് നമുക്കൊരു ഓഫീസിലൊരു 25 പേരുണ്ട്. പിന്നെ ലേബർ സ്റ്റാഫ്സ് ഒരു 30 പേരുണ്ട്. എക്സലന്റ്. 55 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വനിതാ സംരംഭകയായി വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വളർച്ചയിൽ ഹാർഡ്ഷിപ്പുകൾ നമുക്കുണ്ടാവാറുണ്ട്, തിരിച്ചടികൾ. അത് എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആയിരിക്കാം. ഫിനാൻഷ്യൽ മാത്രമല്ല, ഐ മീൻ നമ്മൾ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ലേഡി.
സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫിഷർമാൻ തൊട്ട് എക്സ്പോർട്ടർ വരെ. അപ്പോൾ ദ ലെവൽസ് ഓഫ് ആറ്റിറ്റ്യൂഡ് യു ഹാവ് ടു മാനേജ്. ഇറ്റ്സ് ക്വൈറ്റ്. അതെ. തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാൻഡിങ് സെൻറ്ററിൽ പോകുമ്പോൾ ഒറ്റൊരു ലേഡീസ് ഇല്ല അവിടെ. ആൻഡ് ദേ ഡോണ്ട് എക്സ്പെക്ട് ഓൾസോ. അവിടെ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വായ തുറന്ന് തെറിയും പറയും, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ദേ ഡോണ്ട് എക്സ്പെക്ട് ഓൾസോ ലേഡീസ് ടു കം ടു ദ ലാൻഡിങ് സെൻറ്റേഴ്സ്. അപ്പം ഞാനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോഴേക്കും ഇറ്റ് വാസ് ടഫ്, ബട്ട് ഇറ്റ്സ് വാസ് മൈ പാഷൻ. അതുകൊണ്ട് എനിക്കൊരു ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലയിൻസ് ഓൾസോ. പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെ കുറേ വെൻ വി മൂവ് ഔട്ട് വിൽ ഹിയർ ലോട്ട് ഓഫ് സ്റ്റോറീസ്. ബട്ട് ദെൻ ഞാൻ എപ്പോഴും പറയും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫിഷർമാൻ തൊട്ട് ഇമ്പോർട്ടേഴ്സ് വരെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ മിങ്കിൾ ചെയ്യുമ്പോഴും ഇന്ന് വരെ എനിക്കൊരു മോശമുള്ളൊരു അനുഭവം എക്സ്പീരിയൻസ്, ഐ മീൻ ഇറ്റ്സ് നോട്ട് ട്രീറ്റ്മെൻറ്റ്, എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ഗ്രേസ് ഓഫ് ഗോഡ് ഓൾസോ, ബട്ട് that's also could be one of the reason that മോശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, തെറി പറച്ചിലും നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ് നടക്കുന്നതൊക്കെ ഉണ്ടാവും. ബട്ട് ദാറ്റ് ഓൾ ഈസ് എ പാർട്ട്. അവിടെയാണ് ഏതൊരു സംരംഭത്തിൻ്റെയും ഒരു വലിയ പ്രതിസന്ധിയാണ് ധനനഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പാർട്ട്ണർഷിപ്സും പോയിട്ടുണ്ട്, ധനനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ തുകകളായിരുന്നു. നമ്മൾ ഇപ്പോൾ സീ ഫുഡ് എന്ന് പറയുമ്പോഴേക്കും നഷ്ടം വരാണെങ്കിൽ വെൽ തന്നെ ആയിരിക്കും. കോടികൾ. ഓഫ് കോഴ്സ്. ആ സമയത്തൊക്കെ പതറിയിട്ടില്ലേ? കോടികൾ നഷ്ടമൊക്കെ വന്നു പതറിയിട്ടുണ്ട്. പിന്നെ ലൈക്ക് ഞാൻ എപ്പോഴും എൻ്റെ ലയബിലിറ്റീസും അസറ്റ്സും ഇങ്ങനെ എപ്പോഴും കമ്പയർ ചെയ്ത് നോക്കും. എപ്പോഴും ഞാൻ എൻ്റെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഫാമിലി സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്ന കാരണം. ആൻഡ് ഹസ്ബൻഡ് വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, യു ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ ഹി വാസ് ഓൾവേസ് ദെയർ ഫോർ മീ, ടു ഹിയർ മീ ഓൾസോ. He cannot get involved in anything because that's a part of his work. He will not ask also what's happening, what's not happening. But if I have any problem, he is there for me. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന കാരണം ഇറ്റ് വാസ് ദെയർ ഇൻ മൈ മൈൻഡ്. ഇതെനിക്കൊരു പാഷനാണ്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ആ ഒരു റിസ്ക് എടുക്കും ടിൽ ദ ടൈം ഐ ക്യാൻ ടേക്ക് ദാറ്റ് ലയബിലിറ്റി. ആ കോടികൾ നഷ്ടം വന്നപ്പോൾ ഇത് നിർത്തിയാലോ എന്നൊരു ചിന്ത വന്നു. നിർത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നിൽക്കുമെന്ന് ഞാൻ പല പ്രാവശ്യം പോകുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് റെഡി ഫോർ ദാറ്റ്. നിന്ന് പോയി ഫൈൻ. അപ്പോൾ ആ സമയത്ത് വേറെ ജോലിക്ക് പോവാം, അതാണോ? അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ അവിടെയും റിസ്ക് എടുത്തു. എന്താ ചെയ്തത്? ലോൺ എടുത്തോ? അന്ന് ലോൺ എടുത്തു. വീണ്ടും റീസ്റ്റാർട്ടിങ് ആണ്. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോൺ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്ക്സിന്റെ ലോൺസിൻ്റെ ആണ് ഞാൻ പിന്നെ ബിൽഡ് ചെയ്തത്. അവിടെയും ഈ പാൻഡമിക് എന്ന് പറയുന്നത് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അത് താങ്കൾക്കും അത് ബാധിച്ചോ? നന്നായിട്ട് ബാധിച്ചു. അവിടെയും പ്രശ്നങ്ങളായിരുന്നു. ബിക്കോസ് അത് ഞങ്ങളുടെ ഒരു എക്സ്പാൻഷൻ ടൈമായിരുന്നു. ഞങ്ങളുടെ ഒരു എക്സ്പാൻഷൻ ടൈം, ഞങ്ങളൊരു എക്സ്പാൻഷൻ മോഡിലായിരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ മോഡ് എന്ന് പറയുമ്പോഴേക്കും സ്റ്റോക്കിങ്ങും ഞങ്ങളുടെ ബാൻ തുടങ്ങണേക്ക് മുമ്പായിരുന്നു. അപ്പോൾ ബാൻ തുടങ്ങുമ്പോൾ മീൻ വരില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനു മുമ്പെല്ലാം സ്റ്റോക്ക് ചെയ്ത് റെഡി ആക്കണം 3-4 മാസത്തേക്കുള്ളത് എന്നുള്ള ഇതിൽ ഞങ്ങൾ നല്ലതായിട്ട് സ്റ്റോക്ക് ചെയ്തായിരുന്നു. ആ സ്റ്റോക്ക് ചെയ്ത സമയത്താണ് ഈ പാൻഡമിക് അടിച്ചത്. അപ്പോൾ ഹ്യൂജ് സ്റ്റോക്സ് ഉണ്ടായിരുന്നു. സ്റ്റോക്സ് ഒക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ലിക്വിഡേറ്റ് ചെയ്തു. ഡൊമസ്റ്റിക് മാർക്കറ്റും കുറച്ച് ഫിഷ് മീലും അങ്ങനെ ഭയങ്കര ലോ വാല്യൂവിൽ കൊടുക്കേണ്ടി വന്നു. ദാറ്റ് വാസ് എ ഹ്യൂജ് ലോസ്. താങ്കൾ ഫാമിലിയിൽ നിന്നൊരു വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്ത് തുടങ്ങിയ ആളല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് താങ്കളുടെ അധ്വാനമാണ്. പക്ഷെ അത് ഇതിൽ അകത്തിട്ട് തന്നെയാണ് ഇത് ബിൽഡ് ചെയ്ത് വന്നത്, അല്ലേ? അപ്പോൾ ആ ബിൽഡ് ചെയ്ത് വന്ന പ്രോസസ്സിൽ ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ താങ്കൾ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഐ മീൻ മൈ ലൈഫ് സ്റ്റൈൽ വാസ് വെരി സിമ്പിൾ. ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ബിസിനസ് എത്ര വളർന്നാലും ഞാൻ ലൈഫ് സ്റ്റൈൽ മാറ്റിയില്ല. എനിക്കത് ഐ മീൻ ഐ നെവർ വെൻറ്റ് ഇൻ ടു ദാറ്റ്. അപ്പോൾ ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് എക്സ്പെൻസസ്. എനിക്കിങ്ങനെ കോസ്റ്റ്ലി കാർസ്, വലിയ വീട്, അങ്ങനെ ഒരു ഡ്രീംസ് ഒന്നും എനിക്ക് ഇല്ല. ഇതൊരു പാഷനാണ്, ഇത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നത്
ഞാൻ അസറ്റ്സ് ബിൽഡ് ചെയ്ത് ആ അസറ്റ്സ് പിന്നെ ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്ത് അപ്പോൾ ഐ ഓൾവേസ് നമ്മൾ കുടുംബത്തിൽ നിന്ന് പ്രോപ്പർട്ടി ഒന്നും അല്ല പ്ലഡ് ചെയ്തേക്കുന്നത്, താങ്കൾ ഉണ്ടാക്കിയ പ്രോപ്പർട്ടി തന്നെ അതിൽ നിന്നൊരു റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്. യെസ്. അപ്പോൾ സേഫ് ആയിട്ടാണ് താങ്കൾ ചെയ്യുന്ന ബിസിനസ്. ഈ കോറൽ എക്സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒതുങ്ങിയോ അതോ താങ്കൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? ഞാൻ 2 വർഷം മുമ്പ് വേറൊരു സ്റ്റാർട്ടപ്പിൻ്റെ കൂടെ അവരുടെ സീനിയർ ഡയറക്ടറായിട്ട് അവരുടെ എക്സ്പോർട്സ് ഡിവിഷൻ റൺ ചെയ്യാനായിട്ട് എക്സ്പോർട്സ് ഡിവിഷൻ കംപ്ലീറ്റ്ലി ഫ്രം സീറോ സീനിയർ ഡയറക്ടറായിട്ട് കയറി. ആൻഡ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അതും ഈ പറയുന്ന ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് അല്ലാതെ ഫ്രോസൺ ആണ് ബിക്കോസ് ദ ടാർഗറ്റ്സും സീറോ. അവർ എക്സ്പോർട്ട്സ് സീറോ എന്നാണ് തുടങ്ങിയത്. താങ്കളുടെ കോറൽ എക്സ്പോർട്സ് എത്ര വിറ്റുവരവുണ്ട് ഇപ്പോൾ? കോറൽ ഞങ്ങൾ ഇപ്പോൾ 55 crores. വെരി ഗുഡ്. പുതിയ കമ്പനി, അതിന്റെ പേരെന്താണ്? ക്യാപ്റ്റൻ ഫ്രഷ് എന്ന് പറയും. ക്യാപ്റ്റൻ ഫ്രഷ്. അതിന് എന്ത് ടേൺ ഓവർ ഉണ്ട്? അത് ഞങ്ങൾ 500 crore കമ്പനി. 500 crores. താങ്കൾ 555 കോടി വിറ്റുവരവുണ്ടാക്കിയ ഒരു വനിതാ സംരംഭകയാണ് എന്ന് പറയേണ്ടി വരും. അതൊരു ചെറിയ കാര്യമല്ല. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ബേസിക്കലി നമ്മൾ പറയും സസ്റ്റൈനബിൾ ഫിഷിംഗ്, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും എനിക്ക് അതിലേക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ അത് ചെയ്യണമെന്നുണ്ട്. അതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓൾറെഡി ഞാൻ 2 വില്ലേജ് അഡോപ്റ്റ് ചെയ്ത് അവിടെ ഒരു ഫിഷിംഗ് പ്രാക്ടീസസ്, ഫിഷിംഗ് ഇംപ്രൂവ്മെൻറ്റ് പ്രാക്ടീസസ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ ദ കമ്മ്യൂണിറ്റി ഓൾസോ ടു ബിക്കോസ് അവരുടെ ഇൻകം ലെവൽസും അവരൊക്കെ വെറുതെ കൊണ്ടുവരുന്ന മീനൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ചുകൂടി ഇച്ചിരി ചേഞ്ചസ് വരുത്തി പിടിച്ചുകൊണ്ട് വന്നാൽ അതിന് കുറച്ചുകൂടി റേറ്റ് കൂടുതൽ കിട്ടുക അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും അതിലേക്ക് കുറച്ച് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ എ ബിഗർ വേ ബിക്കോസ് ഇന്ത്യയുടെ ഇത്രയും വാസ്റ്റ് കോസ്റ്റ് ലൈനാണ്. ആൻഡ് ഇത്രയും വർഷം ഞാൻ സീ ഫുഡിൽ നിന്നാണ് ജീവിച്ചത്. അപ്പോൾ എന്തെങ്കിലും സീ ഫുഡ് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുക ഐ വാണ്ടഡ് ടു ഡു ദാറ്റ്. that's my big dream. Then പിന്നെ I wanted to get into mentoring and സ്റ്റാർട്ടപ്പുകളെ ഒന്ന് കൈപിടിച്ച് സഹായിക്കുക. അത് എൻ്റെ അവസാനത്തെ ചോദ്യത്തിൽ എത്തിക്കും. നിരവധി വനിതകളാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ, എന്ന് വെച്ചാൽ ചിലപ്പോൾ തൊഴിൽ പോലും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഭയമുള്ളവരുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ട്. താങ്കൾ ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടി, മോറൽ സപ്പോർട്ട് മാത്രം കിട്ടിയ ആളാണ്, അല്ലാതെ വീടിൻ്റെ ആധാരമെടുത്ത് തന്നിട്ട് തുടങ്ങിയതല്ല. പൊരുതി വന്ന് ഇവിടം വരെ എത്തിയ ആളാണ്. അത്തരം വനിതകളോട്, ആഗ്രഹമുള്ളവരോട് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഞാൻ എപ്പോഴും പറയും, യു ഷുഡ് ഓൾവേസ് ഡ്രീം ബിഗ്. യു ഷുഡ് നെവർ ലിമിറ്റ് യുവർ സെൽഫ്. എപ്പോഴും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, ഔട്ട് സ്ട്രെച്ച് ചെയ്യുക, എന്നാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അതാണ് താങ്കളുടെ ജീവിതം കൊണ്ട് താങ്കൾ പഠിച്ച പാഠവും. ഓഫ് കോഴ്സ്. ഹാപ്പിയാണ് താങ്കൾ? ഐ എം വെരി ഹാപ്പി. ഐ എം വെരി സാറ്റിസ്ഫൈഡ്. കാരണം ഇതിൽ നിന്ന് താങ്കൾ ഉണ്ടാക്കിയതാണ്. അത് ബാലൻസ് ചെയ്യാൻ താങ്കൾക്കറിയാം. ഈ വിറ്റുവരവും വലിയ കോടികളുടെ ടേൺ ഓവറും നഷ്ടങ്ങളും ഒന്നും താങ്കൾ ബാധിക്കുന്നില്ല. അത് ബിക്കോസ് ഇതൊരു പാഷനാണ് എനിക്ക്. ഇതൊരു ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇതൊരു പാഷനാണ്. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരോടും പറയും, ദിസ് ഓൾ ഈസ് അവർ വർക്ക് വിച്ച് വി ഹാവ് ടു ടേക്ക്. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. എനിക്ക് പേഴ്സണലി ഒന്നും വേണ്ട, ബിക്കോസ് ഐ വെരി വെൽ നോ വയസ്സാം കാലത്ത് വാട്ട് യു വാണ്ട്. യു നീഡ് 3 times ഫുഡ്, യു നീഡ് ദ മെഡിസിൻ. ഇത് രണ്ടും ഐ എം സെക്യൂർഡ്. ബിക്കോസ് ഞാൻ ചാവണ വരെ എനിക്ക് ഗവൺമെൻറ് പെൻഷനും മെഡിസിൻസും ഫ്രീ ആണ്. അപ്പോൾ അത് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സോ ഐ എം വെരി ക്ലിയർ ഇൻ ദാറ്റ്. നിങ്ങൾ കേട്ടു ലിസി എന്ന ഈ വനിതാ സംരംഭകയുടെ ത്രസിപ്പിക്കുന്ന കഥ. അദ്ദേഹം വിവാഹം കഴിഞ്ഞ് വീട്ടമ്മയായി ഒതുങ്ങിപ്പോകുമായിരുന്നു. ജോലി കണ്ടുപിടിച്ചു. കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു തൊഴിൽ കണ്ടുപിടിച്ചത് സീ ഫുഡ് ഏരിയയിലാണ്. എന്നാൽ അത് പാഷനാണെന്ന് തിരിച്ചറിഞ്ഞ് കോറൽ എക്സ്പോർട്സ് എന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നു. പിന്നീട് അത് വളർത്തുന്നു. അതിനേക്കാളും വലിയൊരു സ്ഥാപനം, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ അധികാരം അത് ഏറ്റെടുക്കുന്നു, അതിൻ്റെ ഭാഗമാകുന്നു. 2 കൂടി ചേർത്ത് 550 കോടിയിലധികം വിറ്റുവരവ്, 55ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു. സമൂഹത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെയും ശ്രദ്ധിക്കണം, സ്വന്തം വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടല്ല, അദ്ദേഹം സ്വന്തമായി ബിൽഡ് ചെയ്ത് ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ആ ബിസിനസ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുക എന്നുള്ളത്
സംരംഭത്തിൻ്റെ ഭാഗമാണ്. ഈ റിസ്ക് എടുക്കാൻ മടിയുള്ളവരാണ് പിന്നിലേക്ക് പോകുന്നത്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആ റിസ്ക് എടുക്കുമ്പോൾ അത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കാൻ ലെസി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. നാളെ എന്താണെന്നുള്ള വ്യക്തമായ ധാരണയും അദ്ദേഹമുണ്ട്. ഇത്തരം വനിതാ സംരംഭകർ നമ്മുടെ നാട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ അപര്യാപ്തമായ കഴിവുകൾ ഇവരുടെ കയ്യിലുണ്ട്. അവർ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ പരാജയം ഉണ്ടായേക്കാം, തിരിച്ചടികൾ ഉണ്ടായേക്കാം, പതറാതെ പിടിച്ചു നിന്നാൽ വളരാമെന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് ലിസിയും അദ്ദേഹത്തിൻ്റെ കോറൽ എക്സ്പോർട്ടും. മാഡം, താങ്കളുടെ സ്റ്റോറി വളരെ ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ കണ്ട് ഈ പ്രേക്ഷകരിൽ ഒരു വനിതാ സംരംഭക നാളെ നാട്ടിലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വെച്ച ഇൻ്റർവ്യൂവിന് ഒരർത്ഥമുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് കോഴ്സ്, അത് മാത്രമാണ് ആഗ്രഹം. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്കളുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയായിരുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിളിൻ്റെ ടീമിൻ്റെ പേരിലും പാർട്ട്നേഴ്സിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.